നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ കാണാറുണ്ട്, സൂപ്പർ ഹീറോസിന്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ചില സമയത്തുണ്ടല്ലോ റിയൽ ലൈഫിലും അങ്ങനെ ചില സൂപ്പർ ഹീറോസിനെ നമുക്ക് കാണാൻ പറ്റും. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ സാധാരണ ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവരും പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് നടക്കുകയാണെങ്കിൽ ആദ്യം പോയി മൊബൈലിൽ ഷൂട്ട് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നത്, ആരും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ നോക്കാറില്ല. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്തൊരു വ്യക്തിയാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു മെയിൻ പോയിന്റ്. സോ നമ്മൾ വെൽക്കം ചെയ്യുകയാണ് മുഹമ്മദ് ജസീൽ. ഹലോ ഹലോ ഹലോ. ആദ്യം തന്നെ ചേട്ടനോട് ലോകത്തെല്ലാ മലയാളികൾക്കുള്ള ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യാണ് കേട്ടോ. ചേട്ടാ, ഇപ്പൊ ഒരു എമർജൻസി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്തായിരുന്നു ചേട്ടന്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നാനുള്ള ഒരു പ്രധാന കാരണം? അത് എങ്ങനെ പറഞ്ഞു തരണം എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കി കണ്ടു. അത് കണ്ടപ്പോ അപ്പോഴെന്താ ചെയ്യാൻ തോന്നിയത് അത് ചെയ്തു. അത് ശരിക്കും ഈ ബിൽഡിങ്ങിന്റെ മുകൾ ഏരിയയിൽ തന്നെ ആയിരുന്നു? അവിടെ ഏതെങ്കിലും സ്പേസിലായിരുന്നു അതോ ചേട്ടൻ പതുക്കെ കയറി ചെന്നതാണോ അങ്ങോട്ടേക്ക്? അല്ല, ഞാൻ അതായത് അവരെ സെയിം ഫ്ലോറിലാ. അവര് എന്റെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു, അവര് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. സെക്കൻഡ് ഫ്ലോറിന് താഴോട്ട് ഹാങ് ചെയ്ത് നിൽക്കുകയായിരുന്നു കുഞ്ഞ്. ഇതെന്ത് പറ്റിയത് ശരിക്കും? എങ്ങനെയാ ബേബി അവിടെ എത്തിയത്? അത് കുഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോ വിൻഡോ വഴി പുറത്തിറങ്ങി എന്നാണ് പറയുന്നത്. കറക്റ്റ് എന്താണെന്ന് അറിയില്ല. ഞാൻ അപ്പൊ തന്നെ ആ ഇതിൽ അങ്ങ് പോയി കുഞ്ഞിനെ അങ്ങ് എടുത്ത് അവർക്ക് കൊടുത്ത് അപ്പൊ വഴി തിരിച്ചു പോകുന്നു. ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്ച്വലി മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? കാരണം ഇപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്, പക്ഷെ എന്നാലും ഈ കുഞ്ഞിനെ സേവ് ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു വലിയ സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ മൊത്തത്തിൽ അങ്ങനെ ആ ഒരു സമയത്ത് ചേട്ടന് തോന്നിയിട്ടുള്ള ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതന്നല്ലേ പുള്ളി, നമ്മുടെ വീട്ടിലൊരു കുട്ടീന്ന് ഇതുപോലെ കണ്ടിട്ട് തന്നെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അതൊരു വളരെ. അപ്പം ഇതിന് ശേഷം ഫാമിലിയുമായിട്ട് അവരുടെ ഫാമിലിയോട്ട് സംസാരിച്ചിരുന്നു ചേട്ടൻ? സംസാരിച്ചിരുന്നു. ഞാൻ അപ്പോ അതുവഴി വേറെ ഒന്നും സംസാരിക്കാൻ അവരും എല്ലാവരും ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ബാക്ക് ഭാഗമുണ്ട്, അപ്പൊ അവിടെ പോലീസ് അവരെ കൂടെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒരു ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഫീലിംഗ്? എന്താണ്? അതെ, കുഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നല്ലോ, വേറെ സംഭവിച്ചില്ലല്ലോ. അതന്നെ അല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോ ഒരുപാട് മലയാളികളുടെ സ്നേഹം ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കിട്ടിയിട്ടുണ്ടാവണമല്ലോ. അപ്പൊ എങ്ങനെയാണ് അങ്ങനെയുള്ള റെസ്പോൺസുകളൊക്കെ? കാണുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം വീട്ടിലിരിക്കുന്ന അതായത് ഫാമിലി, അപ്പൊ ഫാമിലി എങ്ങനെയാണ് ഇതിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തത്? കണ്ടു കാണുമല്ലോ അപ്പൊ തന്നെ. അപ്പൊ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ഞാൻ നോർമലി ആ ടൈമിൽ ജോലിക്ക് പോകുന്നതാണ്, അവരെ വിളിക്കുന്നതാണ്. അപ്പൊ ആ ടൈമിൽ അവരെ വിളിക്കാൻ പറ്റിയിട്ടില്ല, ലേറ്റ് ആയ കാരണം. ഞാൻ ജോലിക്ക് പോവാൻ ഡ്രസ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു അതുണ്ടായത്. പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ ഒരു അവിടെ ഇങ്ങനെ ഇതുണ്ടായി. അപ്പൊ അവർക്കും ഇതിന്റെ ഇതൊന്നും മനസ്സിലായില്ല. ഞാനായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയില്ല, അവർക്ക് പേടിയൊക്കെ കാണുന്നു. എന്തായിട്ടാ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് പറയോ? ഞാൻ റെസ്റ്റോറന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് ഈസ്റ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്താണ് ചേട്ടന് തോന്നിയിരുന്നത് ഭയങ്കര റിസ്ക് ആണ് ഈ പരിപാടി എന്നുള്ളൊരു പോയിന്റ് അങ്ങനെ ഒന്നും തോന്നിയില്ലല്ലേ? നമ്മൾ ഉടനെ നമുക്ക് നമ്മൾക്ക് വന്ന ഒരു അങ്ങനെ അതൊന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ സംഭവം നടന്നതിന്റെ അതെ അതെ റിയലൈസേഷനിലേക്ക് വരുന്നല്ലേ? അങ്ങനെ നമ്മളത് ചെയ്തു എന്നുള്ള റിയലൈസേഷനിലേക്ക് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടു, പിന്നെ വിൻഡോയിലൂടെ കണ്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ പുറത്തങ്ങനെ എന്തെന്നും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. കണ്ടു എല്ലാരും നിൽക്കുന്നത്, വിൻഡോയിലൂടെ കുഞ്ഞിനെ കണ്ടതും പിന്നെ അങ്ങ് പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഒരു അഭിമാനമായിരുന്നു. കാരണം ഒരു പ്രൗഡ് ഫീൽ. സത്യം ഭയങ്കര ഒരു സന്തോഷവും. ഇത് രാവിലെ വളരെ എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു സ്ക്രോളിലേക്ക് വന്നൊരു സംഭവമാണ്. അപ്പൊ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടുകാരനോടാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മള് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സമൂഹം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ജസീൽ എന്ന് പറയുന്ന വ്യക്തി. കാര്യങ്ങളിൽ മാത്രമാണ് കുറച്ചുകൂടെയൊക്കെ ആളുകൾ കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് മനുഷ്യത്വത്തിലൊക്കെ പ്രതീക്ഷ തരുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനം എന്നുള്ളതിൽ കൂടുതൽ വലിയൊരു സല്യൂട്ടും കൂടെ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. സോ എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു വലിയ സല്യൂട്ട് കൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഭാഗമായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഇനിയും മലയാളികൾക്ക് ഒരുപാട് അഭിമാനമായി മാറട്ടെ. സോ സ്റ്റേ ട്യൂൺഡ്.